ടോട്ടൽ ഇൻകം 3,28,233 രൂപ. ടോട്ടൽ എക്സ്പെൻസ് 1,71,894. നെറ്റ് പ്രോഫിറ്റ് 1,56,339. 10 പശുവിൽ സ്റ്റാർട്ട് ചെയ്താലാണ് അതിന്റെ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ബോഡി സ്കോർ നോക്കിയാൽ മനസ്സിലായി. ഇത് പഞ്ചാബിൽ ABS എന്ന് പറയുന്ന സെമണിലുണ്ടായ കുട്ടിയാണ്. ഇതിന് 40 ലിറ്റർ ആണ് പെർ ഡേ. ഷീറ്റ് തണുക്കുമ്പോൾ ഒരിക്കലും ചൂട് അടിയിലേക്ക് ഇറങ്ങൂല. അതുപോലെ തന്നെ പശുക്കളെ മുകളിലേക്ക് വെള്ളം അടിപ്പിക്കുന്നത് അത്ര നല്ലതുമല്ല. 0 to 3 months വരെയുള്ള കുട്ടിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറാണ്. ഒരു പശുഫാം തുടങ്ങുമ്പോൾ ലാഭത്തിലേക്ക് എത്തിക്കാൻ പശുഫാമിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ഡാനിഷ് ഡയറി ഫാമിലാണ്. വെറും 2 പശുവിൽ തുടങ്ങിയ ഈ ഫാം ഇന്നൊരു വലിയൊരു ഫാമായി മാറിയിരിക്കുകയാണ്. പിന്നെ ഏതൊരു ക്ഷീരകർഷകനും ഉറപ്പായും കണ്ടിരിക്കേണ്ടുന്ന ഒരു ഫാമായി മാറിയിരിക്കുകയാണ് ഡാനിഷ് ഡയറി ഫാം. പ്രത്യേകിച്ച് ഹൈബ്രിഡ് പശുക്കളെ എങ്ങനെ വളർത്താം, എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡാനിഷ് ഡയറി ഫാമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം. അപ്പൊ ഇവിടെ ഒരുപാട് പശുക്കളുണ്ട്. അപ്പൊ എത്ര പശു എന്നാണ് ഈ ഒരു പശു വളർത്തൽ സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു പശു വളർത്തൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഞാൻ 2008 എനിക്കൊരു 13 വയസ്സായിട്ടേ ഉള്ളൂ. 2008 ഞാൻ എൻ്റെ ഈ ഫാം മേഖലയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഏകദേശം 20 വർഷത്തോളമായി ഈ ഫാം മേഖലയിലേക്ക് ഇറങ്ങിയിട്ട്. പശു വളർത്തലിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ചെറുപ്പത്തിലെ വീട്ടിൽ പശുക്കൾ ഒരു 4-5 പശുക്കളുണ്ടായിരുന്നു. അങ്ങനെ വണ്ട് കളർന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനോട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം. പശു വളർത്തൽ മാത്രം ബേസ് ചെയ്തൊരു ബിസിനസ്, ഞാൻ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സിന്റെ ചെയ്തു, അതുപോലെ തന്നെ സിമെന്റ്, സ്റ്റീല്, അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്തു. പല ബിസിനസ്സും ചെയ്യുന്ന ആളാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർത്ത് തോന്നിയ ഒരു ബിസിനസ് ഡയറി ബിസിനസ്സാണ്. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല. കാരണം ഇത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ 10 പേര് ഡയറി ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ 2 പേരെ സക്സസ് ആവുള്ളൂ. ബാക്കി 8 പേരും സക്സസ് ആവാത്തതിൻ്റെ കാരണം ഇതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. നമ്മളെപ്പോഴും ഈ പശുക്കളുമായിട്ടുള്ള നമ്മളെ ഇൻട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ് നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് കോമ്പറ്റീഷൻ ഐറ്റം അല്ല. ഇതൊരിക്കലും നമുക്കൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിനെ നല്ലോണം അറിയുകയും വേണം, ഇതിനോട് താല്പര്യവും വേണം, ഇതിനോട് നമുക്കൊരു സ്നേഹവും വേണം. എന്നാൽ മാത്രമേ ഈ ബിസിനസ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഞാൻ പറയും ഏറ്റവും നല്ല പ്രോഫിറ്റ് ഉള്ളൊരു ബിസിനസ് ഡയറി സെക്ടറാണ്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കേരളത്തിൽ എടുക്കണ്ട, പഞ്ചാബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓരോരുത്തരെ IT റിട്ടേൺസ് നോക്കിയാൽ നമുക്ക് കാണാം. നല്ല ഡയറി ഫാർമേഴ്സ്. നിങ്ങൾ നല്ല കമ്പനി എടുത്തോ, അമുൽ പോലത്തെ കമ്പനിയിലൊക്കെ പാല് സപ്ലൈ ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ പൂന ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഡയറി ഫാം വീട്ടിൽ കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 പശു തുടങ്ങിയ ആളുകളാണ് കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. അപ്പൊ ഫാമിങ്ങിന്റെ തുടക്കകാലം എത്ര പശുവിൽ നിന്നാണ്? ഫാമിന്റെ തുടക്കകാലം 2 പശു എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 2008 2 പശുക്കളായിരുന്നു. 2010 കൂടിയിട്ട് ഞാൻ 50 പശുവാക്കി. 2012 കൂടി 100 പശുവാക്കി. ഞാൻ ആദ്യം 2 പശുവിനെ വാങ്ങിയത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ പോസിറ്റീവും പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ നല്ലോണം പഠിച്ചു. അതിന് ശേഷമാണ് ഒരു 50 പശുവിലേക്ക് വരുന്നത്. അന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ HF-ലായിരുന്നു. ആ കാലത്തൊന്നും ഇതുപോലെ ഈറോഡ് മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് നല്ല എനിമൽസിനെ സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ നല്ല എനിമൽസിനെ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു സമയം 2008 ഇല്ല. ആ കാലയളവിൽ ഈറോഡ് മാർക്കറ്റിലായിക്കോട്ടെ, ചിന്താമണിയിലായിക്കോട്ടെ നല്ല പശുക്കളൊന്നും അവൈലബിൾ അല്ല. അന്ന് നമുക്ക് നല്ല പശുക്കളെ കിട്ടുന്ന ഗ്രാമപ്രദേശത്തു നിന്നായിരുന്നു. സേലം, കൃഷ്ണഗിരി സൈഡിലുള്ള ഗ്രാമത്തിൽ നിന്നായിരുന്നു നമ്മൾ പശുക്കളെ പർച്ചേസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ HF പശുക്കളെ കൊണ്ടുവന്നു, വളർത്തി. ഇതിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ പോസിറ്റീവും ഒക്കെ മനസ്സിലായി. ശരിക്കും ഞാനൊരു ഡയറി ഫാമിൽ ഒരു നല്ല നോളജ് എനിക്ക് വരുന്നത് 2018 ഏകദേശം 10-13 വർഷം എടുത്തു എങ്ങനെ ഒരു ഡയറി ഫാം നടത്താന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ പഠിച്ചതും അറിഞ്ഞതും ഒന്നുമല്ല ശരി. വിദേശത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അൽറബാബി ഫാം, അതുപോലുള്ള ഒരുപാട് വിദേശ ഫാമുകൾ, ചൈനയിൽ 1-2 ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ. പഞ്ചാബിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ നമ്പർ 1 ഫാമിലടക്കം നമ്മൾ പോയിട്ടുണ്ട്. ഫ്രണ്ടിയർ ഡയറി ഫാമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം, പശുക്കളെ എങ്ങനെ വളർത്താന്നുള്ള പ്രോട്ടോക്കോളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചു. അത് പഠിക്കാൻ എനിക്ക് 10-13 വർഷത്തോളം സമയം എടുക്കേണ്ടി വന്നു. നല്ല രീതിയിലൊരു പശുവിനെ എങ്ങനെ വളർത്തണം, ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പ്രോഫിറ്റിലേക്ക് ഞാൻ എത്തിയത്. ആദ്യം ഞാൻ ഈ സ്ഥാപനം നടത്തി വരുമ്പോൾ എനിക്ക് പെർ ഡേ 500 രൂപ ലോസ് ആയിരുന്നു. ആ നഷ്ടത്തിൽ നിന്നാണ് ഞാൻ ലാഭത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് 13 വർഷം എടുത്തു നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്താൻ. കാരണം ഇതിൻ്റെ പ്രോപ്പർ ഫീഡിങ്, ബ്രീഡിങ്, മാനേജ്മെൻറ്റ്, ഇത് കംപ്ലീറ്റ് പഠിക്കാൻ എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നു. ഇപ്പം എൻ്റെ ഫാം നല്ല പ്രോഫിറ്റിലാണ് പോകുന്നത്.
ഓൾമോസ്റ്റ് എൻ്റെ ഫാമിലെ പശുക്കളെ മിൽക്ക് ഈൽഡ് എന്ന് പറയുന്നത് ഒക്കെ ഒരു 30 ലിറ്റർ 28 30 35 40 ലിറ്റർ വരെ കിട്ടുന്ന പശുക്കൾ ഇവിടെ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 30 ബിലോ, ഒരു 20 ബിലോ ഉള്ള പശുക്കൾ ഇവിടെ ഒറ്റയില്ല. ഒക്കെ ഒരു 30 28 30 ആവറേജ് പാലുള്ള പശുക്കളാണ് ഇവിടെ ഇപ്പം ഞാൻ ഫാമിൽ നിർത്തുന്നുള്ളൂ. അപ്പൊ തുടക്ക കാലഘട്ടത്തിൽ ഇത്രയും ലിറ്റർ അത് ഹൈ ഈൽഡ് ഉള്ള പശുക്കളാണ് തെരഞ്ഞെടുത്തത്? തുടക്ക കാലത്തിലെ ഞാൻ HF പശുക്കളായിരുന്നു. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. അന്നത്തെ കാലത്തെ കേരളത്തിലെ നമ്പർ 1 ഫാം ആയിരുന്നു. അന്ന് 2008 സ്റ്റേറ്റ് അവാർഡ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അന്നത്തെ സ്റ്റേറ്റ് അവാർഡ് സി ദിവാകര സാർ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് കിട്ടിയത്. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഈ വലിയ ഫാം പശുക്കളിൽ തന്നെ പഠിക്കണം. കാരണം നമ്മളൊരു പുതിയ തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഒരു ജേഴ്സി പശുവിനെ വാങ്ങിയോണ്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല. നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും വലിയ പശു തന്നെ പഠിക്കണം. ചെറിയ പശുക്കൾക്ക് ഒരു അസുഖവും വരില്ല. വലിയ പശുക്കൾ ഈ അസുഖങ്ങളും ഈ കാര്യങ്ങളൊക്കെ വരുന്ന പ്രോട്ടോകോൾ അറിയാത്തതുകൊണ്ടാണ്. അല്ലാതെ ഒന്നുമല്ല, പശുക്കൾക്കൊന്നും ഒരു അസുഖവും വരില്ല. ഇതിന്റെ കറക്റ്റ് പ്രോട്ടോകോൾ, ഇതിന്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ പാടില്ല, ബ്രീഡിംഗ് പോളിസി അറിയണം, മിൽക്കിംഗ് അറിയണം, പോസ്റ്റ് ഡിപ്പിംഗ് അറിയണം, പ്രീ ഡിപ്പിംഗ് അറിയണം. ഇങ്ങനെ പല സംഭവങ്ങളും ഇതിൽ പഠിക്കാനുണ്ട്. ഇത് കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ ആരും എന്ത് ചെയ്യൂല, നഷ്ടം എന്ന് പറയുന്ന പല്ലവി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഈ നഷ്ടം എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു നോളജും ഇല്ല. പഴയ കാലത്തിലുള്ള ആളുകൾ പറയുന്ന പോലെ കലക്കി ഫീഡ് കൊടുക്കുക. പശുക്കൾ കാട്ടിൽ ജീവിക്കുന്ന സാധനമാണ്. ഈ കാട്ടിൽ ജീവിക്കുന്ന സാധനത്തിന് നമ്മളാണ് ഈ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന്റെ ആമാശയം എന്ന് പറയുന്നത് പുല്ലും വൈക്കോലും ഒക്കെ ദഹിക്കാനുള്ള ശേഷിയുള്ളൂ. ഈ ഫീഡ് കൊടുക്കുന്ന സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഫീഡ് കൊടുക്കുമ്പോൾ എപ്പോഴും TMR ആയി മിക്സ് ചെയ്ത് വേണം കൊടുക്കണം. ടോട്ടൽ മിക്സഡ് റേഷൻ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ദഹിക്കും. ഈ ദഹന പ്രക്രിയ കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് വരും, അസിഡോസിസ് വരും, ലാമിനൈറ്റിസ് വരും. ഇങ്ങനെ കണ്ട പല രോഗങ്ങളും വരുന്നത് നമ്മളെ ഫീഡിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഇത് എത്രത്തോളം കർഷകർ ഇത് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. കേരളത്തിലെ പല ഫാമുകളിൽ ഇപ്പോഴും ഞാൻ കാണുന്നത് ബക്കറ്റ് കലക്കി കൊടുക്കുന്ന സമ്പ്രദായം. കാരണം അത് അവർക്ക് അറിയില്ല എങ്ങനെ പശുക്കളെ മാനേജ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബ് എടുത്തിട്ട് നല്ലൊരു ഡയറി ഫാമിന്റെ വീഡിയോ നോക്കിയാൽ മതി. അവിടുത്തെ ഫീഡിങ് എങ്ങനെയാന്ന് നോക്കിയാൽ മതി, ആൾക്ക് മനസ്സിലാവും. TMR ഫീഡിംഗ് ആണ് പശുവിന് ബെസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. ഇത്രയും നേരം നമ്മൾ നിന്നാണ് സംസാരിച്ചത്. ഇതാണ് ചേട്ടന്റെ ഡയറി ഫാം പശുക്കളും. അപ്പൊ ഈ 2 പശുക്കളിൽ നിന്ന് ഇത്രയും പശുക്കളിലേക്ക് എത്താൻ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവുമല്ലോ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? 2008 നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് എനിക്കൊരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അവിടെ ഞാൻ ആദ്യം കുറ്റ്യാടിയിലായിരുന്നു ഫാം. അവിടെ ഭയങ്കര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ മലയാള മനോരമേൻ്റെ തലക്കെട്ട് വാർത്ത തന്നെ നാൽക്കാലി രാഷ്ട്രീയം എന്നായിരുന്നു. കാരണം അന്നത്തെ വാർത്തകൾ കണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കരമായ ഒരു രാഷ്ട്രീയ ഗ്രാമത്തിലായിരുന്നു ഞാൻ ഫാം നടത്തിയത്. ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ പ്രശ്നം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. എൻ്റെ ഫാമിലേക്ക് അത് എത്തി. കാരണം മനുഷ്യനോട് തോറ്റതിന് മൃഗത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അന്നുണ്ടായ സംഭവം. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് മേഖലയിലേക്ക് കടക്കുമ്പോഴും അവിടെ നെഗറ്റീവ് പറയാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം ഒരാൾ നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ അയാളെ കൈയടിക്കേണ്ട സ്ഥലത്ത് ആളുകൾ എങ്ങനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ അവസ്ഥ. ഒരാൾ നന്നാന്ന് മറ്റൊരാൾ കണ്ടുകൂടാ. പക്ഷെ പല ആളുകളും പറയും ഫാം നഷ്ടമാണ്. ആ നഷ്ടം എന്ന് പറയുന്ന ആളെ ഫാം ഒരിക്കലും ഇട്ട് പൂട്ടിയില്ല. ഈ നഷ്ടം എന്ന് പറയുന്ന പല്ലവി പറയുന്ന ആളാ ഫാമിൽ നിങ്ങൾ പോയി നോക്ക്. അയാൾ ഫാം നടത്തുന്നുണ്ടാവും. ഒരു സ്ഥാപനം നഷ്ടമായിട്ട് എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോവുക? അപ്പോൾ അതൊക്കെ കളവായി പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2008 പല രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിലൊരു നിയമമുണ്ട്. ആ നിയമത്തിന് അതീതമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. ആ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പശുക്കൾക്ക് മനുഷ്യൻ എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ജീവിക്കാനുള്ള നിയമം ഇന്ത്യയിലെ ഈ പശുക്കൾക്ക് ഇന്ത്യയിൽ ജീവിക്കാനുണ്ട്. നമുക്ക് ഏതാണോ റൈറ്റ് അതേ റൈറ്റ് എനിമൽസിനുണ്ട്. അതാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു എനിമൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ട് BNS ആക്ടിൽ. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു എനിമൽ. പശുക്കൾക്ക് നേരെ എന്ത് അതിക്രമം കാണിച്ചാലും പശുക്കൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമത്തിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് തരാതിരിക്കുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് ബാധിക്കുകയില്ല. കാരണം നമ്മൾ അതിൻ്റെ പ്രോപ്പർ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഇതൊക്കെ അറിയാണ്ട് ആളുകൾ എന്ത് ചെയ്യാണ്, എവിടെ സമീപിക്കണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് തന്നിട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ആൾ നോക്കുന്നില്ല. അടുത്ത ഓപ്ഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൈകാര്യം ചെയ്യുന്ന കൺസേൺഡ് കോടതിയുണ്ട്, ട്രിബ്യൂണലുണ്ട്. ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞാനിവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിരിക്കും. ലൈസൻസ് കിട്ടാതെ
പല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ഇതിന് എനിക്ക് അപ്പം തന്നെ ആ സെയിം ഡേ തന്നെ എനിക്ക് സ്റ്റേ തന്നതാ. ആ സ്റ്റേയിലാണ് പിന്നെ എൻ്റെ കഥകൾ കംപ്ലീറ്റ് കേട്ടു, കോടതി മനസ്സിലാക്കി. എന്നതിന് ശേഷം കോടതി ഇത് പരിശോധിച്ചു, അപ്പോഴാണ് എനിക്ക് ലൈസൻസ് കിട്ടുന്നത്. നമ്മുടെ ഒരുപാട് ക്ഷീരകർഷകർ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അതെ. അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? അവരുടെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറയാ, ഒരു ഡയറി ഫാമിന് ലൈസൻസ് അപേക്ഷിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് തന്നിട്ടില്ലെങ്കിൽ 31ാമത്തെ ദിവസം ലൈസൻസ് കിട്ടിയ പോലെയാണ്. അതിന്റെ മറുപടി തന്നിട്ടില്ലെങ്കിൽ. ഇനി വൺസ് മറുപടി തന്ന് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം, കൺസേൺഡ് അപ്പീലറ്റ് അതോറിറ്റി ഉണ്ട്, ആ പഞ്ചായത്തിൽ തന്നെ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. അപ്പീൽ ഫയൽ ചെയ്തിട്ട് അപ്പീലും കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പീൽ കോപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, LSGD ട്രിബ്യൂണൽ ഉണ്ട് ട്രിവാൻഡ്രത്ത്. LSGD ട്രിബ്യൂണലിൽ പോയാൽ നമുക്ക് സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതി തീരുമാനിക്കും തരണോ തരണ്ടിയോ എന്നുള്ള. അപ്പോൾ അവിടെ രാഷ്ട്രീയം നടക്കൂല, പകപോക്ക് നടക്കൂല, വ്യക്തിവൈരാഗ്യം നടക്കൂല. ജനങ്ങൾക്ക് വിശ്വാസം പിന്നെ കോടതിയിലാണ്. ജനങ്ങൾക്കാകെയുള്ള ആശ്രയം എന്താണ്, പിന്നെ കോടതിയാണ്. അപ്പോൾ കോടതി പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമുക്ക് അർഹതപ്പെട്ട ലൈസൻസ് നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, എമർജൻസി കേസിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ നല്ല ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ഹൈക്കോടതി പോയിട്ട് ഒരു സ്റ്റേ എടുക്കണം. സെയിം ഡേ സ്റ്റേ കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ, പശുക്കൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഹ്യൂമൺ എങ്ങനെയാണോ റൈറ്റ്, അതേ ഹ്യൂമൻ റൈറ്റ് തന്നെ എനിമൽസിനും ഉണ്ട്. എൻ്റെ ഫാമിൽ വന്നിട്ട് എവിടെയെങ്കിലും നിങ്ങളൊരു വേസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കംപ്ലീറ്റ് കാര്യങ്ങളും സെപ്റ്റിക് ടാങ്ക് വഴി പോയി എൻ്റെ പറമ്പിലേക്കാണ് പോകുന്നത്. എവിടെ നിങ്ങൾക്കൊരു പിന്നെ വേസ്റ്റോ കാര്യങ്ങളോ ഒരു സാധനവും കാണാൻ പറ്റില്ല. നേരെ വെള്ളം പോകുന്ന ഭൂമിന്റെ അടിയിൽ കൂടി പൈപ്പ് ഇട്ടിട്ട് നമ്മളെ കൃഷി സ്ഥലത്തേക്കാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ മൊത്തം. ഇപ്പൊ പറഞ്ഞത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ഈ 2 പശുവിൽ നിന്ന് ഇത്രയും പശുക്കളെ എത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും. അതെന്തൊക്കെയായിരുന്നു പ്രയാസങ്ങൾ? അങ്ങനെ പറഞ്ഞാൽ നമ്മളെ മാനേജ്മെന്റ്, നമ്മളെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതി അന്നത്തെ കാലത്ത് അറിയണ്ടായിരുന്നില്ല. പിന്നെ അകിടി വീക്കങ്ങൾ നിരന്തരമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പശുക്കൾക്ക് രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. മരുന്ന് ഒരിക്കലും ഫാമിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റില്ല. ഇത്തരം പശുക്കളെ കൊണ്ടുപോകും. പശുക്കൾ കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെയാണ് ഫേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് പശുക്കളിങ്ങനെ എണ്ണം കൂട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ പോകും. കേരളത്തിൽ ഒരുപാട് ട്രെയിനിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് വരെ ഒരു ഗുണത്തിലേക്ക് അത് എത്തിയിട്ടില്ല. എനിക്ക് എത്തിയ ട്രെയിനിങ് കംപ്ലീറ്റ് പഞ്ചാബിൽ നല്ല നല്ല ട്രെയിനിങ്, PDFA എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ഡയറി ഫാമേഴ്സ് അസോസിയേഷൻ്റെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബായ് അല്ലൈൻ ഫാമിലുണ്ട്, അൽറബാബി ഫാമിലുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടും. നമ്മൾ അവിടെയൊക്കെ പോയി പഠിച്ചപ്പോഴാണ് ഈ പശുവിൻ്റെ പ്രോട്ടോകോൾ മനസ്സിലാക്കിയത്. അതിനുശേഷം പിന്നെ നമുക്ക് കംപ്ലൈൻറ്റുകളില്ല. ഞങ്ങൾ പഠിച്ച് ഫാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു പശുവിന് ഒരു അസുഖവും ഇല്ല. നിങ്ങൾ എൻ്റെ ഫാമിൽ നോക്കിയാൽ കാണാം, 40 പശുക്കളുണ്ട്. ഒരു പശു നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് കാണിച്ചു തരാൻ പറ്റും? കാരണം ഇതിന്റെ ഇവിടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാനേജർ പോലും ഇല്ല. കാരണം ഇവിടെ ഞാനൊരു മാനേജർ ആക്കിയിരുന്നു. മാനേജർ ആക്കിയതിൻ്റെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടില്ല. കാരണം പശുക്കൾക്കൊക്കെ കംപ്ലൈന്റ് വരാൻ തുടങ്ങി. കാരണം പശുക്കളെ നമ്മൾ മെയിനായിട്ട് മോണിറ്ററിങ് ആണ്. അപ്പോൾ ഈ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ചില ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അത് ഫീഡിൻ്റെ ഇൻടേക്ക് ഉണ്ടോ നോക്കണം. ഫീഡ് ഇൻടേക്ക് ഇല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നോക്കാൻ ഏൽപ്പിച്ച ആൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാണ്ടായപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന് ഏറ്റവും നല്ല മാനേജർ എന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ നടക്കൂല. സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബിസിനസ് നടക്കൂല. ഇപ്പൊ ടാറ്റയും ബിർള എന്തുകൊണ്ടാണ് ഫാം സ്റ്റാർട്ട് ചെയ്യാത്ത? ഇതാണ് സംഭവം. ഇത് നോക്കാൻ നമ്മൾ സ്വന്തം നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ വേറൊരു പുതിയ അപ്ഡേഷൻ നമ്മളെ ഫാമിൽ വരുന്നുണ്ട്. കൗന് റഡാർ പിടിപ്പിക്കുന്നുണ്ട്. കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തോടു കൂടി ഒരു ചിപ്പ് വെക്കുകയാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ അത് ഡെലിവറി ആവും. ആ ചിപ്പ് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ, ആ പശുക്കൾക്ക് എല്ലാ പശുക്കൾക്കും ചിപ്പ് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫോണിലേക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ആപ്പ് വഴി നമുക്ക് കിട്ടും. ഈ ആപ്പ് വഴി നമുക്ക് കംപ്ലീറ്റ് പശുക്കളെ ഡീറ്റെയിൽസുകൾ, ഇപ്പോൾ ഓരോ പശുവിൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് നോക്കിയാൽ ഇതുപോലെ നമുക്ക് ഡീറ്റെയിൽസുകൾ കാണാം. പശുവിൻ്റെ ഫോട്ടോ കാണാം. ഈ പശുവിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ, ഹീറ്റ്, സ്ട്രെസ്സ്, ബോഡി ടെമ്പറേച്ചർ, പശുവിൻ്റെ മൂവ്മെൻറ്റ്, A to Z കാര്യങ്ങൾ എൻ്റെ ഫോണിലേക്ക് എത്തുന്ന സംവിധാനം ഞാൻ നെക്സ്റ്റ് വീക്കിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ ചെയ്തതാണ്. ഇനിയിപ്പോൾ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ സാധനം ഡെലിവറി ആവും. അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറയും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പശുക്കൾ ചത്തുപോയിട്ടുണ്ട്. ഒരുപാട് പശുക്കൾ അസുഖം വന്നിട്ട് പോയിട്ടുണ്ട്. ചില ഡോക്ടർമാർ വന്നാൽ പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ
അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു ബിസിനസ് ഇത് തുടങ്ങാൻ പാടില്ല. കാരണം 24 hours കൊണ്ട് പൂട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ ഈ ബിസിനസ്സിന് അങ്ങനെ ഒരു തകരാറുണ്ട്. ഇപ്പോൾ ഒരുപാട് യുവാക്കൾ, ഒരുപാട് NREs ഒക്കെ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളതെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാം. എത്ര പശു നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ 2 പശു 3 പശുവിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിനെക്കൊണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റൂല. 10 പശുവെങ്കിലും മിനിമം സ്റ്റാർട്ട് ചെയ്യണം. 10 പശുവിൽ സ്റ്റാർട്ട് ചെയ്താലാണ് അതിൻ്റെ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ആളെ വളർത്തുന്നു 10 ആളെ വളർത്തുമ്പോഴൊക്കെ അല്ലേ, 10 ആളെ വളർത്തുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഈ 2 എണ്ണത്തിനൊന്നും റിപ്പോർട്ട് ചെയ്യൂല. പക്ഷെ ഒരു 10 സ്റ്റാർട്ട് ചെയ്താലേ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പർച്ചേസിങ്ങിലാണ് ഇതിൻ്റെ ലാഭം. ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് പർച്ചേസിങ്ങിലാണ് നമുക്ക് ഇതിൻ്റെ ലാഭം കിടക്കുന്നത്. കാരണം സൈലേജ് ഇപ്പോൾ പല കർഷകരും എന്നോട് പറഞ്ഞ 10 റുപ്യ ഇപ്പോൾ സൈലേജിന്, എനിക്ക് ഇവിടെ 6 റുപ്യൊക്കെ കിട്ടുന്നത്. കാരണം എന്താ, ഞാൻ ഇവിടെ ലോഡാണ് എടുക്കുന്നത്. ഞാനൊരു 12 ടണ്ണ് ലോഡ് എടുക്കുമ്പോൾ എനിക്ക് 6 രൂപയെ വരുന്നുള്ളൂ. അപ്പം എൻ്റെ ലാഭത്തിൽ 1 കിലോൻ്റെ മുകളിൽ 4 റുപ്യ ലാഭമായി. അതുപോലെ എൻറ്റയർ പ്രോഡക്ട്സ്, ഇപ്പോൾ സൈലേജ് ആയിക്കോട്ടെ, കാറ്റിൽ ഫീഡ് ആയിക്കോട്ടെ, കാറ്റിൽ ഫീഡ് സ്വന്തമായിട്ട് ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ചാക്കിൻ്റെ മുകളിൽ 120 130 രൂപ ലാഭമാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളെ ഫാമിൽ 5-6 ചാക്ക് കാലിത്തീറ്റ വേണം. അപ്പോൾ ദിവസം ഒരു 1000 രൂപ കാലിത്തീറ്റേൻ്റെ മുകളിൽ മാത്രം എനിക്ക് പ്രോഫിറ്റ്. അപ്പം നമ്മളെ പർച്ചേസിങ്ങിലാണ് നമ്മൾ പ്രോഫിറ്റ് വരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ഫാം തുടങ്ങുന്ന ആള് 5 പശുവിന് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ അവരെങ്ങനെ അത് മാനേജ് ചെയ്യും? പലർക്കും അത് നഷ്ടം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് 2 പശു 3 പശുവിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഞാൻ പറഞ്ഞല്ലോ 3 പശുവിനൊന്നും അസുഖങ്ങൾ വരൂല. അപ്പോൾ വരുന്നത് എപ്പോഴാണ്? ഇത് അധികമാകുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് പഠിക്കുക. ഇതിങ്ങനെ പെട്ടിട്ട് തന്നെ പഠിക്കണം ഈ ബിസിനസ്. ഇപ്പം പെട്ടിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് കൃത്യമായ ട്രെയിനിങ് കിട്ടണം. അല്ലാതെ ഞാനിപ്പോൾ ഈറോഡ് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ശക്തിയാണ് എനിക്ക് പശുവിന് എടുക്കുന്ന ആള്. അപ്പോൾ ശക്തി നല്ല പശുക്കളെ കാണിച്ചു തരും. പക്ഷേ നല്ല പശു അറിയാത്തൊരുത്തൻ്റെ തൊഴുത്തിലേക്ക് എത്തുമ്പോൾ അത് മോശം പശു ആവുകയാണ്. ഈ മോശം പശു ആവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റും അറിയില്ല. എന്താണ് പ്ലാസൻ്റാന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പോഴും പശുക്കളെ സെലക്ട് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഡയറി ഫാം മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ആ ക്ലാസ് കഴിയുന്നതിനോട് കൂടി ഒരിക്കൽ തിരിയും തുടങ്ങണ്ടിയോ എന്നുള്ളത്. കാരണം അതിന്റെ നെഗറ്റീവും പോസിറ്റീവും അവിടെ പഠിക്കും. ഫസ്റ്റ് നെഗറ്റീവ് ആണ് പഠിക്കേണ്ടത്. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ പഠിക്കുക ഫസ്റ്റ് നെഗറ്റീവാ. കാരണം നമ്മൾ നെഗറ്റീവ് പഠിച്ചിട്ടേ പോസിറ്റീവ് പഠിക്കാം. കാരണം ഏത് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് കാണും. ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സിമെന്റ് ബിസിനസ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഡയറി ഫാമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക ഡയറി ഫാമിലാണ്. കാരണം ഡയറി ഫാമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന പ്രോഫിറ്റുകളാണ്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദു മതപ്രകാരം പറയും പശു ദൈവമാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ അത് ദൈവം തന്നെയാണ്. കാരണം പശുവിന്റെ ഇറച്ചിക്ക് പൈസ, പശുവിന്റെ തോലിന് പൈസ, ചാണകത്തിന് പൈസ, മൂത്രത്തിന് പൈസ, പാലിന് പൈസ, എന്തിനു പറയുന്ന അതിന്റെ എല്ലാ വേസ്റ്റിന് വരെ പൈസയാണ്. പിന്നെ അത് ദൈവം തന്നെ അല്ലേ? കാരണം അത് എന്ത് കൊടുത്താലും പൈസയാണ് കിട്ടുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ എന്താ ഉള്ളത്? ഇങ്ങനെ ഒരു ബിസിനസ് എന്താണ് ഇന്ത്യയിൽ? കാരണം നമുക്കിപ്പോ പശുവിനെ വിൽക്കണം. ഇപ്പം പശുവിനെ വിൽക്കുകയാണെങ്കിൽ ആരും പശുവിന് ഇറച്ചി വില എന്തായാലും കിട്ടുമല്ലോ. അപ്പോഴും കിട്ടും 50,000-60,000 റുപ്യ ഇറച്ചി വില അപ്പോഴും കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ സ്വർണ്ണമായിരിക്കണം, റെഡി ടു ക്യാഷ് ചെയ്യാൻ പറ്റിയ. അപ്പൊ എൻകാഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ് ഡയറി ഫാം. ഇവിടെയുള്ള പശുക്കളല്ലേ HFന്റെ ഹൈബ്രിഡ് പശുക്കളാണ്. എങ്ങനെയാണ് സെലക്റ്റീവ് ആയിട്ട് ഈ പശുക്കളെ എടുത്തത്? ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ പശുക്കളൊക്കെ ഇതൊക്കെ നമ്മള് ചിന്താമണിന്ന് എടുത്ത പശുവാ, ഇത് ഈറോഡ് എടുത്ത പശുവാ. അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഈറോഡ്, ഇത് ചിന്താമണി, ഇത് പഞ്ചാബ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ BCS എന്ന് പറയും, ബോഡി സ്കോർ. ഇതിന്റെ ബോഡി സ്കോർ നോക്കിയാൽ മനസ്സിലായി. ഇത് പഞ്ചാബിൽ ABS എന്ന് പറയുന്ന സെമണിലുണ്ടായ കുട്ടിയാണ്. ഏറ്റവും നല്ല സെമണാണ് ഇന്ന് മാർക്കറ്റ് ലെവലായിട്ടുള്ള ഏറ്റവും നല്ല സെമണാണ് ABS. ഇതിലുണ്ടായ കുട്ടിയാണ്. ഇതിന് 40 ലിറ്റർ ആണ് പെർ ഡേ മിൽക്ക് ഉണ്ട്. 40. നിങ്ങൾക്ക് ഇപ്പൊ കാണാം, മിൽക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതിന്റെ പാൽ എത്ര കിട്ടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും, മോണിറ്റർ നിങ്ങൾക്ക്. ഇതേപോലെ തന്നെ ഇതും ABS ഉണ്ടായിരിക്കുന്ന, സോറി NTDP ഉണ്ടായിരിക്കുന്ന കുട്ടിയാണ്. അറ്റ്ലസ് 40-116 സെമൺ. ഇത് ഇപ്പൊ പ്രഗ്നന്റ് ആണ്. ഇത് കഴിഞ്ഞ ഡെലിവറിയിൽ 32 ലിറ്റർ പാല് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇത് ചിന്താമണി എടുത്ത പശുവാണ്. ഇതും ഈ പറഞ്ഞ പോലെ പശു ചെറിയ രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മിൽക്ക് ചെയ്യുമ്പോൾ കാണാം. ഈറോഡാണ്. പിന്നെ ഇത് ചിന്താമണിയാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത പശുവാണ്.
നമ്മളെ നാട്ടിൽ നിന്ന് എടുത്ത പശുവാണ്. ഇതിനും 27 ലിറ്റർ പാല് ഇതിനും കറങ്ങുന്നത്. അപ്പൊ ഈ നാട്ടിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര yield കിട്ടും? നാട്ടിൽ നിന്ന് എടുക്കുന്ന പശുക്കളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുക്കളാ. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് കർഷകർ സെയിൽ ചെയ്യാണ്, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ കിട്ടുന്ന പശുക്കളൊക്കെ നമുക്ക് ലെക്കിന് കിട്ടുന്ന പശുക്കളാ. അതെ അതെ, നമ്മൾ നോക്കി എടുക്കണം. നാട്ടിലെ പശുവിന് ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പശുവാണെങ്കിലേ എടുക്കാവും. കാരണം തമിഴ്നാട്ടിലെ പശുവിനെ നമുക്ക് ഒരു വർഷം കറക്കാൻ പറ്റും. നാട്ടിലെ പശുക്കളെ 3-4 മാസം കറക്കുമ്പോഴത്തേക്ക് പാല് ഡൗൺ ആവും. അതായത് നീണ്ട കറവ് കിട്ടൂല. തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നീണ്ട കറവ്. അപ്പൊ ഈ കറവ് നിർത്താനൊക്കെ ബുദ്ധിമുട്ടാതൊക്കെ പറഞ്ഞേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് കറവ നിർത്തുന്നതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ട്, ട്രാൻസ് ഡ്രൈ പീരീഡ് എന്നതിന് പറയാം. ഈ ട്രാൻസ് ഡ്രൈ പീരീഡ് എന്ന് പറയുമ്പോൾ 7 മാസം ആകുമ്പോൾ പശുക്കൾക്ക് ഫീഡ് കുറച്ച് വരണം. 7-ാം മാസം നമ്മൾ തീരെ ഫീഡ് കൊടുക്കാൻ പാടില്ല. ഒരു 3 days നമ്മൾ ഫുള്ള് തീറ്റ കൊടുക്കാതെ വൈക്കോല് മാത്രം കൊടുക്കുക. പശുവിനെ കുളിപ്പിക്കാൻ പാടില്ല. പിന്നെ 4 കാമ്പിലും നമ്മൾ കെപ്രാവിൻ എന്ന് പറഞ്ഞ ഈ ഓയിൽമെന്റ് ഇൻട്രാ മെമ്മറി അടിച്ച് കയറ്റണം. അതിനുശേഷം വൈക്കോല് മാത്രം കൊടുക്കുക. 3 ദിവസം ഫീഡിങ് വേണ്ട. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ കെപ്രാവിൻ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നത്തെ 4-ാമത്തെ ദിവസം മുതൽ അതിന് ഏറ്റവും നല്ല ഫീഡ് കൊടുക്കണം. അതാണ് ട്രാൻസ് ഡ്രൈ. ആ ട്രാൻസ് ഡ്രൈ പീരീഡിലെ ഫീഡ് അതിന് ഫീഡ് ചെയ്യണം ഒരു 1 month. അത് കഴിഞ്ഞിട്ട് ബിഫോർ 21 days പ്രസവിക്കുന്നതിൻ്റെ 21 ദിവസം മുമ്പേ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയും. അതാണ് നമ്മളെ ഏറ്റവും നല്ല പീരീഡ്. ഒരു പശുവിൻ്റെ ഏറ്റവും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പശു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ട്രാൻസിഷൻ പീരീഡിലുള്ള പശുവാണ്. ബിഫോർ 21 days പ്രസവിക്കാൻ 21 ദിവസം മുമ്പേ അതിന് നമ്മൾ പ്രത്യേക കെയറിങ് കൊടുക്കണം, പ്രത്യേക ഫീഡായിരിക്കും. അതിനാണ് ട്രാൻസിഷൻ ഫീഡ് എന്ന് പറയും. ട്രാൻസ് ക്ലോസപ്പ് എന്നും പറയും, 2 രീതിയിൽ പറയും. അപ്പോൾ ഈ ട്രാൻസ് ക്ലോസപ്പ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫീഡ് കൊടുത്ത് പശു പ്രസവിക്കുമ്പോൾ ROP കേസസ് ഉണ്ടാവില്ല. റിട്ടൻഷൻ ഓഫ് പ്ലാസന്റ എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ മറു വീഴാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് പ്രസവിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ മറു പോവും. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സമയമാണ് ഈ -21 days. അപ്പൊ ഈ ഒരു പശുവാമിൽ 3 സ്റ്റേറ്റിൽ നിന്നുള്ള പശുക്കളുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോൾ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം? പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പശുക്കളെ ഇവിടെ എത്തിക്കുമ്പോൾ ഒരിക്കലും ലോറിയിൽ കൊണ്ടുവരാൻ പാടില്ല, ട്രെയിനിൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. പശുക്കളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് പശുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട രീതി തന്നെ ഒഴിവാക്കണം. കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു വെഡിത്താണ് പശുക്കളെ കൊണ്ടുവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു അസുഖം ഇല്ലാത്ത പശുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? എപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കേസസ് എപ്പോഴാണ്? പശുവിന് ബോഡിയിൽ ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബ്ലഡിൽ എന്ത് സാധനം പോസിറ്റീവ് കാണണമെങ്കിൽ ബ്ലഡിൽ ബാക്ടീരിയ ഉണ്ടാവണ്ടേ? ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയാൽ മാത്രമല്ല നമ്മളെ പശു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിന്റെ ബ്ലഡ് എടുത്താൽ ഓക്കെ, അതെന്താണ് രോഗം നമുക്ക് മനസ്സിലാക്കാം. നോർമൽ കേസസിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചാബിൽ നിന്നൊക്കെ പശുക്കളെ കൊണ്ടുവന്നാൽ, പഞ്ചാബ് ആയാലും തമിഴ്നാടായാലും ചിന്താമണി ആയാലും കൊണ്ടുവരുന്ന ഒരൊറ്റ ഇതേ ഉള്ളൂ. നമ്മുടെ തിയറി എന്താണെന്ന് പറഞ്ഞാൽ, പശുക്കളെ ഇവിടെ കൊണ്ടുവരുന്നു, അപ്പം തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ 10% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ പശുക്കളെ കുളിപ്പിക്കും. വരുന്ന പശുവിനെയും കുളിപ്പിക്കും, നിലവിലുള്ള പശുവിനെ കുളിപ്പിക്കും. ഫാമിന്റെ ഷെഡിലുള്ള പശുവിനെയും കുളിപ്പിക്കും, വരുന്ന പശുവിനെയും കുളിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഐസൊലേഷൻ ഷെഡിലേക്ക് മാറ്റും. ഒരു 5 days ആ നിങ്ങൾ ലാസ്റ്റ് കാണുന്ന ഷെഡാണ് ഐസൊലേഷൻ ഷെഡ്. ആ ഷെഡിലാണ് പാർപ്പിക്കുക. അവിടുന്ന് ഒരു 5 days കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ മെയിൻ ഷെഡിലേക്ക് മാറ്റുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ കൊടുക്കും, ഒരു 10 ml. ഐവർമെക്റ്റിൻ, ഡോറാമെക്റ്റിൻ ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ സബ്കട്ട് ഒരു 10 ml കൊടുക്കും. അപ്പം നമ്മൾ എൻഡോ എക്ടോ പാരസൈറ്റ്സിനെ കംപ്ലീറ്റ് നശിപ്പിക്കും. പിന്നെ നമ്മൾ ഒരു വിത്തിൻ 7 days ഒരു പെനക്യൂർ 3 gram ഡീവേമറും കൊടുക്കും. അപ്പൊ എൻഡോ എക്ടോ പാരസൈറ്റ്സിനെ കൊല്ലണം. ഒരു കാര്യം ഫസ്റ്റ് മനസ്സിലാക്കണം, പശു നമ്മളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പശുവിന്റെ ആമാശയം 4 അറകളാണ്. നമ്മൾക്ക് അതാണ് നമ്മളും പശു തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് തിന്നത് ദഹിക്കാനുള്ള പറ്റും, ഇതിന് 4 അറകളിലാണ്, പിന്നീടാണ് അത് ദഹിക്കുന്നത്. ഇതാണ് അതിന്റെ വ്യത്യാസം. അയവെട്ടുന്ന രീതി. അതല്ലാതെ പശു മനുഷ്യൻ തമ്മിൽ പ്രത്യേകിച്ച് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ പശുവിനെ കൊണ്ടുവന്ന പാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ശുദ്ധ പൊട്ടത്തരാണ്. പശുവിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പശുവിന് പനി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് കാര്യമുള്ളൂ. ആ ബ്ലഡ് സാമ്പിളിൽ പ്രശ്നം കാണിക്കപ്പോഴാണ് പശുവിന് ടെമ്പറേച്ചർ ഉണ്ടെങ്കിലല്ലേ. പനി എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, മറ്റൊരു അസുഖത്തിന്റെ ലക്ഷണമാണ് പനി. അപ്പൊ പനി ടെമ്പറേച്ചർ വേരിയേഷൻ കണ്ടാൽ 102 degree Celsius മുകളിലേക്ക് ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ നമ്മളപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അല്ലാത്ത കേസസിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
എപ്പോഴും നെഗറ്റീവേ കാണിക്കും. പിന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു വെഡിത്തരം, പശുവിനെ കൊണ്ടുവന്ന പാട് തന്നെ സുബിയോൺ പോലത്തെ തൈലേറിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുബിയോൺ പോലത്തെ ഇഞ്ചക്ഷൻ കൊടുക്കും. അത് അതിമാരകമായ ഒരു പിന്നെ രീതിയാണ്. മാത്രമല്ല ശുദ്ധ പൊട്ടത്തരം എന്നും പറയും. കാരണം സുബിയോൺ നമ്മൾ ഒരു രോഗം വരുന്നതിന്റെ മുമ്പേ രോഗത്തിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനേക്കാൾ പിന്നെ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ കൊടുക്കുക. തൈലേറിയ വരാതിരിക്കാനുള്ള വാക്സിൻ ഉണ്ട്, ബെബീസിയോസിസ്, അനാപ്ലാസ്മി, ഇതിനൊക്കെ വാക്സിൻസ് ഉണ്ട്. വരാതിരിക്കാൻ വാക്സിൻസാണ് ചെയ്യേണ്ടത്. വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട മെഡിസിൻ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കുക. പശുവിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. അസുഖം വരുന്നതിന്റെ മുമ്പേ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് പ്രിവെൻഷൻ ആണ്. അതിന് വാക്സിൻ ആണ് കൊടുക്കേണ്ടത്. അതാണ് ചെയ്യുന്നത്. 10 പശുവിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത 4000 രൂപയെ ആ കർഷകൻ അത് ലോസ് ആണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പശുവിന് അസുഖം ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പശുവിന് അസുഖം ഉണ്ട്, ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ തൈലേറിയ 1+ ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തൈലേറിയ 1+ കാണിച്ചാൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യൂല. പശുവിന് ഒരു കംപ്ലൈന്റ് ഇല്ല, പിന്നെ നമ്മൾ എന്തിനാ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം? ഞാൻ പറയട്ടെ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ലൊരു ഡയറി ഫാർമർ ചെയ്യേണ്ട എന്താ, ഞാൻ ഈ പറഞ്ഞ പോലെ പശുക്കളെ കൊണ്ടുവരിക, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനിൽ പശുവിനെ വാഷ് ചെയ്യുക, കംപ്ലീറ്റ് ഡിസ്ഇൻഫെക്ട് ചെയ്യുക, അതിനുശേഷം എൻഡോ എക്ടോ പാരസൈറ്റ്സിനെ കൊല്ലുക, പുറത്തതും അകത്തതുമായ എല്ലാ പാരസൈറ്റ്സിനെയും കൊല്ലുക, അതിനുശേഷം ഡീവേം കൊടുക്കുക. അപ്പൊ പശു പെർഫെക്റ്റ് ഓക്കെ ആയി. പിന്നെ പശുവിന് വേണ്ട സാധനം സിങ്ക്, കോപ്പർ, കൊബാൾട്ട്, മഗ്നീഷ്യം, ഈ നല്ല കാൽഷ്യം പൗഡർ, നല്ല മിനറൽസ്, നല്ല ന്യൂട്രീഷൻ ഫീഡിങ്ങും ബ്രീഡിങ്ങും ഓക്കെയാണ്. പിന്നെ മിൽക്കിങ് നിങ്ങൾ നോക്കണ്ട, അത് പശു തന്നോളൂ. അതാണ് അതിന്റെ പ്രോട്ടോകോൾ. അപ്പൊ ഇങ്ങനെ ഒരു ഫാം സ്വപ്നമായിരുന്നു തോന്നുന്നു അല്ലേ? അതെ. അപ്പൊ ഇതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ചെയ്യുന്നത്? പുതുതായിട്ട് വരുന്ന ഒരാളുകളോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള TV കാണുമ്പോഴും യൂട്യൂബിൽ കാണുമ്പോഴൊക്കെ ഇതൊക്കെ നല്ല രസമായിരിക്കും. നമ്മൾ ഒരിക്കലും TV അല്ല ഒരു ചാനലിനെ ഒരു യൂട്യൂബറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഫാമാണ് വിഷ്വൽ ചെയ്യുന്നത്. നമ്മൾ അതുപോലെ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറ്റുന്ന സംഭവമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫാം മാനേജ്മെന്റ് എന്താന്നുള്ളത് അറിഞ്ഞിട്ടേ മാത്രമേ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് എടുത്താൽ TV കാണുമ്പോൾ നല്ല രസമുണ്ടാവും. ഇതൊക്കെ പ്രായോഗികത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല, നല്ല കഠിനാധ്വാനം. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് വന്ന് ആ മാനേജ്മെന്റ് കറക്റ്റാക്കി പ്രോപ്പറാക്കി കഴിഞ്ഞാൽ ലോസ് എന്ന് പറയുന്ന സാധനം നമ്മളെ പുസ്തകത്തിൽ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ഒരു 20 പശുവിൽ ഞാനൊരു ഇവിടെ ഒരു സംഭവം ചെയ്തതാ. ഒരു 20 എനിമൽസിന്റെ ഒരു കണക്കെടുത്തു. കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പ്രീവിയസ് മന്ത് റിപ്പോർട്ട്. എൻ്റെ ഫാമിൻ്റെ 20 പശുവിൻ്റെ പ്രീവിയസ് മന്ത് റിപ്പോർട്ടിൽ ടോട്ടൽ ഇൻകം 3,78,233 രൂപ. ടോട്ടൽ എക്സ്പെൻസ് 1,71,894. നെറ്റ് പ്രോഫിറ്റ് 1,56,339. ഇതാണ് എൻ്റെ ഫാമിലെ ഒരു മാസത്തെ പ്രോഫിറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആട്ടോ ഇത്. ഇതിന്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ, പുതുതായി ഫാമിലേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. കാരണം കേരളത്തിൽ 23 ലക്ഷം ലിറ്റർ പാല് വേണം. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും 10 പശുവിനെ വാങ്ങിയാലും നമ്മളെ ഫാമിൽ അല്ല നമ്മളെ പാല് മാർക്കറ്റ് ഇല്ലാതെ ആയി പോകില്ല. അതുകൊണ്ട് അത് ആരും പേടിക്കണ്ട. എല്ലാവരും കളവ പറയുന്നത്. കാരണം ഒരാൾ വരുമ്പോൾ അയാളെ കൈയടിച്ചാൽ നാളെ പഞ്ചാബിൽ എന്താ സംഭവിച്ചത്? പഞ്ചാബിൽ PDFA എന്ന് പറയുന്ന ഒരു വലിയ സന്നാഹം തന്നെ ഉണ്ട്. 10,000 കർഷകരുണ്ട്. അവരവിടുത്തെ ഭരണം തീരുമാനിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഇവിടെ ഒരു പഞ്ചായത്തിൽ 2 ആളെ പശുവിനെ പോറ്റുക. അപ്പോൾ ഓനൊരു പ്രശ്നം വന്നാൽ സംസാരിക്കാൻ ആരാ ഉള്ളത്? അത് എന്തുകൊണ്ടാണ് ഇല്ലാത്ത? സ്വന്തം ആളുകൾ തന്നെ ശത്രുക്കളായാൽ എന്ത് ചെയ്യും? ഈ ഫാം ഫീൽഡിൽ ഈ ക്ഷീരമേഖലയിലുള്ള ഒരു പ്രശ്നം എന്താ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഒത്തൊരുമ വളരെ കുറവാണ്. കാരണം ഒരുത്തൻ അങ്ങോട്ട് നന്നായാൽ മറ്റൊരു അത് പിടിക്കൂല. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഇപ്പം വ്യാപാരി വ്യവസായി, കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന വ്യാപാരി വ്യവസായിയാണ്. എന്തുകൊണ്ടാ? ഒരിക്കൽ അത്ര ആളുകളുണ്ട്. അപ്പോൾ ഒരു പീടികയിൽ ഷോപ്പിൽ പ്രശ്നം വന്നാൽ വ്യാപാരി വ്യവസായം ഇടപെടും. എന്തുകൊണ്ട് ക്ഷീരമേഖലയിൽ ഇടപെടാൻ പറ്റാത്ത? കാരണം ആളുകൾ കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ഇതിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറിവ് പങ്കുവെക്കുക, അവരതിനെക്കുറിച്ച് പഠിക്കുക. പിന്നെ എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടെത്തുക, ഒരാളെ കൊണ്ട് കുറ്റം പറയുക, അതിപ്പോൾ അതിനൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2 മാവ്, ഒരു മാവിൽ കുറേ മാങ്ങ ഉണ്ട്, ഒരു മാവിൽ കുറച്ച് മാങ്ങയുള്ളൂ. നിങ്ങൾ ഏത് മാവിലെ അറിയാം? കൂടുതൽ മാങ്ങയുള്ള മാവിനല്ല അറിയാം. അപ്പം അതേപോലെ ശത്രുക്കൾ എപ്പോഴും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ശത്രുക്കൾ കൂടും. കാരണം ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല.
ചെയ്യുന്ന ആളുകളെ മുടക്കുകയും ചെയ്യുക. അതാണ് ഒരേ പരിപാടി. അപ്പോൾ ഈ ഫീൽഡ് ഞാൻ പുതുതായിട്ട് വരുന്ന ആളോട് എനിക്ക് പറയാണെന്ന് വെച്ചാൽ നല്ല ഫീൽഡാണ്. പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനോളം പ്രോഫിറ്റ് ഉള്ള വേറൊരു ബിസിനസ്സും ഇല്ല. കാരണം നമ്മളെ ഒരുപാട് നമ്മള് കേരളത്തിൽ തന്നെ അവർക്കൊക്കെ പാല് കൊടുക്കാൻ പറ്റണില്ല. എന്റെയൊക്കെ പാല് പോകുന്നത് കോഴിക്കോട് ഹോസ്പിറ്റലുകളിലാണ്. വലിയ കോഴിക്കോട് സിറ്റിയിലുള്ള പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് എൻ്റെ പാല് പോകുന്നത്. 1 ലിറ്റർ ഞാൻ വിൽക്കുന്നത് 80 രൂപക്കാണ്. നിങ്ങൾ നോക്കി, ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിച്ചോട്ടെ, ഈ 10-40 പശുക്കളെ നഷ്ടമാണ് ഞാൻ പോറ്റുമോ? ഇല്ല. ഒരു പശുവിനെ പോറ്റണ എത്ര പൈസ ആണെന്ന് നിങ്ങൾ ഏകദേശം ഒരു 500-600 കോസ്റ്റ് വരുന്നുണ്ട്. 40 പശു നഷ്ടത്തിലാണെങ്കിൽ പിന്നെ ഞാൻ എല്ലാം വിറ്റ് പോകില്ല. അപ്പോൾ ഈ നഷ്ടം ഇവരിങ്ങനെ പറയാന്നല്ലാതെ ഇതിന്റെ ലാഭം അറിയണമെങ്കിൽ ഇതിനെ വളർത്തിയാൽ മതി. അതെ, അതിനുള്ള തെളിവാണ് ഞാൻ കാണിച്ചത്. അപ്പം വരുന്ന ആളുകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ട് വരുന്ന ആളുകളായിരിക്കും. പിന്നെ ഇതിനെ കുറിച്ചിട്ട് വല്ലാതെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുന്ന പഠിക്കണം. വേറൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പണിക്കാരൊക്കെ വെക്കുമ്പോഴും നമ്മളെ ഒരു മോണിറ്ററിങ് നിർബന്ധം. അവിടെ ഇപ്പൊ മിസ്റ്റ് ഇടാൻ പോവാണ്, ആളങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ മിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് പശുക്കൾക്ക് അധികം നനയില്ല. ഈ മിസ്റ്റ് ഇട്ട പശുക്കൾക്ക് ചിലപ്പോൾ ഈ പനി പിടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം അതിന്റെ ഡീറ്റെയിൽസിൽ. നമ്മള് മിസ്റ്റ് 2 രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്, അടിയിലും മുകളിലും. ഈ മുകളിൽ മിസ്റ്റ് ഘടിപ്പിക്കാണ്ടായ കാരണം മുകളില് ചൂട് അടിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഷീറ്റ് തണുക്കുമ്പോൾ ഒരിക്കലും ചൂട് അടിയിലേക്ക് ഇറങ്ങൂല. അതുപോലെ തന്നെ പശുക്കളെ മുകളിലേക്ക് വെള്ളം അടിപ്പിക്കുന്നത് അത്ര നല്ലതുമല്ല. ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ കുറച്ച് ടൈമേ വെള്ളം സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുകളിലാണ് വർക്ക് ചെയ്യിപ്പിക്കുക. അടിയിൽ ഒരു ദിവസം നമ്മളൊരു 5 സെക്കൻഡേ വർക്ക് ചെയ്യിപ്പിക്കുള്ളൂ ഒരു ടൈമിൽ, അറ്റ് എ ടൈമിൽ. മുകളിൽ നമ്മൾ ഒരു അരമണിക്കൂറോളം വർക്ക് ചെയ്യിപ്പിക്കും. കണ്ടിന്യൂസ്ലി നമ്മൾ അടിയിൽ വർക്ക് ചെയ്യിപ്പിക്കും, പശുവിന് ന്യൂമോണിയ വരും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ നമുക്ക് കൺട്രോൾഡ് ആണ്. ഇവിടെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് 30 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലോട്ടേക്ക് ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മിസ്റ്റ് വർക്ക് ചെയ്യും. ഒരിക്കലും മിസ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മേക്ക് ചെയ്യാൻ പറ്റും. അത് അതേ സാധനത്ത് നമ്മൾ മുകളിലത്തെ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യിപ്പിക്കാം. അടിയിലത്തെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അതിനൊരു പ്രത്യേക ടൈം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്രത്തോളം പശുക്കളുണ്ട്? ഇവിടെ ഇപ്പൊ നമുക്ക് 40 പശുക്കളാണുള്ളത്. എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഇവിടെ 1000 ലിറ്റർ പാലാണ് നമുക്ക് ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്നത്. പാലിന്റെ വിൽപ്പന എങ്ങനെയാ? വിൽപ്പന ഒരു 70% പാലും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പുറത്ത് സെയിൽ ചെയ്യാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ബിബി ഓർഗാനിക്സ് എന്ന് പറഞ്ഞ പുതിയ വേറൊരു നമ്മളുമായിട്ട് ടൈ അപ്പ് ചെയ്ത കമ്പനി ഉണ്ട്. അവർക്കും നമ്മൾ മിൽക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഗീ ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബൈ പ്രൊഡക്ട്സും ഉണ്ട്. മിൽക്കും ഗീയുമാണ് നമ്മളെ മെയിൻ. പിന്നെ നമ്മൾ പനീർ ചെയ്യുന്നുണ്ട്, ബട്ടർ ചെയ്യുന്നുണ്ട്. സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 30% മിൽക്ക് സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 52-50 രൂപ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ മാർക്കറ്റ് എങ്ങനെ കണ്ടെത്തി? നമ്മൾ ആദ്യം നമ്മുടെ താമസിക്കുന്ന സറൗണ്ടിങ്സിൽ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ, ഒരു നോർമൽ റേഞ്ചിലുള്ള ഹോട്ടലുകൾ, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു സർവേ എടുത്തു. അവിടെ നമ്മളെ ബ്രോഷറുമായിട്ട് പോയി നമ്മളെ പാലിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഫാം കാണാം, അവരോട് തന്നെ പറഞ്ഞു നമ്മളെ ഫാം നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾക്ക് 10 ലിറ്റർ, 20 ലിറ്റർ, 30, 40 അങ്ങനെ ഓർഡർ ഇങ്ങനെ വന്ന് തുടങ്ങി. അങ്ങനെയാണ് നമ്മളെ പാലുകൾ മൊത്തം മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഒറ്റയടിക്കുന്നല്ല, ചെറിയ രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്തു, അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി, അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് അറിഞ്ഞറിഞ്ഞത്. അതെ. പശുക്കളെ 3 നേരം കറക്കുന്നത് എന്താ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ 3 നേരം മിൽക്ക് എന്ന് വെച്ചാൽ ഈ വലിയ 40 ലിറ്റർ 30 എബോ ഉള്ള പശുക്കളൊക്കെ 3 നേരം മിൽക്ക് ചെയ്യണം. ബിലോ 20 ഉള്ളത് മാത്രം 2 ടൈം കറക്കും. 28-30 പോകുന്ന പശുക്കളൊക്കെ 30+ ഉള്ള പശുക്കൾക്ക് കംപ്ലീറ്റ് നമ്മൾ പിന്നെ 3 ടൈംസ് മിൽക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത്രയും കൂടുതലായിരിക്കും. ഓരോ 8 മണിക്കൂറിലും ആ തന്ന പാലിന്റെ അത്ര തന്നെ തരാനുള്ള കപ്പാസിറ്റി പശുക്കൾക്ക് ഉണ്ടാവും. പശുക്കളെ ആ അകിട് എത്ര പെട്ടെന്ന് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നോ അതിനനുസരിച്ച് ഫില്ലിങ് നടക്കും. അതിനനുസരിച്ച് നമ്മൾ കറന്നെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 3 ടൈമിന് കറക്കുമ്പോൾ കറക്റ്റ് 8 മണിക്കൂർ ഇന്റർവെല്ലിലാണ് നമ്മൾ കറക്റ്റ് കറവ നടക്കുക. ഇപ്പൊ നമ്മൾ 12 മണിക്കൂറിൽ കറക്കുന്നത് 8 മണിക്കൂറിൽ കറന്നാൽ നമുക്ക് പാലിന്റെ അളവ് കൂടുതലാണ്. ഒരു 20 ലിറ്റർ പാല് കിട്ടുന്ന പശു നിങ്ങൾ 3 നേരം കറന്നു നോക്ക്, നിങ്ങളെ പശുവിന് ഒരു 3-3.5 ലിറ്റർ പാല് കൂടുതലായി. 3 ടൈം മിൽക്കിംഗ് ചെയ്യണം. എന്നാലാണ് ഈ മാസ്റ്റൈറ്റിസ് പോലത്തെ രോഗങ്ങളൊന്നും തീരെ വരില്ല. 3 നേരം മിൽക്ക് ചെയ്താൽ. ഹൈ ഈൽഡ് പശുക്കൾക്ക് മാത്രം. നോർമൽ പശുക്കൾക്ക് 2 നേരം ഇനഫ്. പക്ഷെ 30+ നമ്മളെ ഫീഡ് നിങ്ങൾക്ക് കാണാം. 30 ലിറ്റർ പ്ലസ് ഉള്ള പശുക്കൾക്കുള്ള ഫീഡ് തന്നെ ഇവിടെ 30+ എന്നുള്ള ഫീഡാ.
അല്ലേ അത് കാണാൻ പറ്റും. അങ്ങനെയുള്ള പശുക്കൾക്കാണ് ഞാൻ 3 നേരം ഫീഡിങ് മിൽക്കിങ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കറന്നാൽ പശുക്കൾക്ക് എന്ത് അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെ കറന്നു കഴിഞ്ഞാൽ പശുക്കൾക്ക് അകിട് വീക്കം ഉണ്ടാവില്ല, പാല് കൂടുതൽ കിട്ടും, പശുവിന്റെ സ്ട്രെസ് കുറയും, പല ബെനിഫിറ്റ്സുകളും നമുക്ക് 3 ടൈം മിൽക്കിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ തീറ്റ കൊടുക്കാൻ പോവാ, എങ്ങനെയാണ് ഇതിന്റെ തീറ്റ കൊടുക്കണത് നമുക്ക് കാണാം. ഇതെന്താ ചേട്ടാ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മാറ്റി ഫീഡ്? നമ്മുടെ ഫീഡിങ് രീതി തന്നെ വേറെയാണ്. നമ്മൾ ഓരോ പശുക്കൾക്ക് ഓരോ ഫീഡിംഗ് ആണ്. ഇതാണ് കാഫ് ഗ്രോവർ എന്ന് പറയും. ഇത് ഒരു പശുക്കുട്ടി ജനിച്ച് 4 മാസം മുതൽ കൊടുക്കുന്നതാണ് കാഫ് ഗ്രോവർ. ഇത് പ്രത്യേക ഫീഡാണ്, പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്ന ഫീഡാണ്. ഈ ഫീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ലോടോക്സിൻ കൺട്രോൾഡ് ആയിരിക്കും, പ്രോട്ടീന് ഫാറ്റ് റിച്ച് ആയിരിക്കും, ഗ്രെയിൻസ് ബേസ്ഡ് ആയിരിക്കും ഫീഡ്. ഇത് പിന്നെ ഹൈ പ്രോട്ടീൻ ഫീഡാണ്. ഇതാണ് കാഫ് ഗ്രോവർ. വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം മുതൽ 7 മാസം വരെയുള്ള കുട്ടിക്ക് കൊടുക്കുന്നത്. ഇതാണ് കാഫ് സ്റ്റാർട്ടർ. ഇതൊരു 0 to 3 months വരെയുള്ള കുട്ടിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറാണിത്. ഇതിലേക്ക് പോകുമ്പോൾ ഹെയ്ഫർ ഡ്രൈ ആണ്. എന്ന് വെച്ചാൽ ഹെയ്ഫർ ഒരു 7 മാസം മുതൽ പശു പ്രസവിക്കുന്ന വരെയുള്ള പശുക്കൾക്ക് കൊടുക്കുന്ന ഫീഡാണ് ഹെയ്ഫർ ഫീഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കാർഗിലാണ് ഹെയ്ഫർ ഫീഡ്. മറ്റേത് ദാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കൈലാർക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെതാണ് മറ്റേത്. ഇത് ഹെയ്ഫർ ഫീഡ്. ഇതും പഞ്ചാബ് ബേസ്ഡ് ഫീഡാണ്. ഇതാണ് M30 ഫീഡ്. M30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40+ മിൽക്ക് ഈൽഡുള്ള പശുക്കൾക്ക് കൊടുക്കുന്ന 40+ മിൽക്ക് ഈൽഡുള്ള പശുക്കൾക്ക് കൊടുക്കുന്ന ഫീഡാണ് M30. 30 ലിറ്ററിന്റെ മുകളിലോട്ടുള്ള പശുക്കൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഫീഡാണിത്. ഈ ഫീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീഡ് നമുക്ക് കേരളത്തിൽ സ്കൈലാർക്ക് ഫീഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രമേ മാനുഫാക്ചറിങ് ഉള്ളൂ. വേറൊരു കമ്പനിയും ഇത്രയും ഹൈ ക്വാളിറ്റി ഫീഡ് മാർക്കറ്റിൽ ഇറക്കുന്നില്ല. ഈ ഫീഡാണ് നമ്മളെ പശുക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ബൂസ, ഗോതമ്പിന്റെ ബൂസയായത്. ഇത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നമ്മൾ TMR ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ മാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പ്രോട്ടീൻ ഉള്ള സാധനമാണ്. നമ്മൾ സാധാ വൈക്കോല് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവില്ല. ഇതിൽ നമുക്ക് പ്രോട്ടീനും കൂടി കിട്ടും. ഇത് ഗോതമ്പാണ്. സൈലേജ് നമ്മൾ കർണാടകയിൽ നിന്നാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. സൈലേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഡ്രൈ മാറ്റർ എത്രയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സൈലേജ് പർച്ചേസ് ചെയ്യാറുള്ളൂ. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ട്. ഇതാണ് ഇതിന്റെ ഉപയോഗം എന്താണ്? ഇത് നമ്മളൊരു പശുവിന്റെ ഫാമിൽ പശുക്കൾക്ക് കുളമ്പിന് കംപ്ലൈന്റ് വരിക, പശുവിന്റെ കുളമ്പ് ക്ലിയർ ചെയ്യുക, അതൊരു പ്രോട്ടോകോളാണ്. അപ്പൊ പശുവിന്റെ കുളമ്പ് കട്ട് ചെയ്യുക, കുളമ്പ് ഗ്രൂം ചെയ്ത് കൊടുക്കുക, അതിനാണ് ഹൂഫ് ട്രിമ്മിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അത് യൂസ് ചെയ്യുന്ന മെഷീനാണിത്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ പശുക്കളെ ഹൂഫ് ട്രിം ചെയ്യുന്നത്. നമ്മളിവിടെ ട്രെയിനിങ് സെന്റർ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഒരു 10 പശുവുള്ള ഫാമിൽ മസ്റ്റായിട്ട് ഈ സാധനം വേണം. അപ്പോൾ കാലിന് കുളമ്പിനൊക്കെ കംപ്ലൈന്റ് വന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു ഓയിൽമെന്റ് തേക്കാൻ പോലും നമുക്ക് പറ്റൂല. കുളമ്പിന്റെ അടിയിലാണ് നമ്മൾ എങ്ങനെ ഓയിൽമെന്റ് തേക്കും. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമ്മൾ പശുക്കളെ പൊന്തിച്ചിട്ട് കാലിന്റെ കുളമ്പ് പൊന്തിക്കും. അപ്പോൾ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പൊ ഇവിടുത്തെ പശുക്കളെ തീറ്റ വെച്ചിരിക്കുന്ന തൊഴുത്തിന് ഒരുപാട് ദൂരെയാണ്. അതെങ്ങനെ വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ തൊഴുത്തുനിന്ന് ദൂരെ തന്നെ വെക്കണം. ഫുൾ കവേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഫീഡ് വെക്കണം. കാരണം ഫീഡിലേക്ക് നമ്മൾ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ പൂപ്പൽ വിഷബാധ വരും. അഫ്ലോടോക്സിക്കോസിസ് എന്ന് പറയുന്ന അതിമാരകമായ പൂപ്പൽ വിഷബാധ നമുക്ക് ഇതിലേക്ക് വന്നു ചേരും. അത് നമുക്ക് കാണാൻ പറ്റൂല. പൂപ്പൽ നിങ്ങൾ കാണുന്ന പൂപ്പൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പൂത്തതിന് ശേഷമാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള പൂപ്പൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ചാൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് നമ്മളെ കണ്ണിൽ പെടൂല. പക്ഷെ പശുവിന്റെ ആമാശയത്തിലേക്ക് അത് എത്തുമ്പോൾ ലൂസ് മോഷൻ സംഭവിക്കും. നല്ലൊരു ഈൽഡുള്ള പശുവിന്റെ ലൂസ് മോഷൻ സംഭവിച്ചാൽ 3 ആഴ്ചത്തേക്ക് ആ പാല് പോയി. അപ്പൊ ഇങ്ങനെ മാനേജ്മെന്റ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. മാനേജ്മെന്റ് ആണ് ഒരു ഫാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫീഡും ഷെഡും തമ്മിൽ മിനിമം ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും കാണിക്കണം. നല്ല കവേർഡ് ആയിട്ടുള്ള ഷെഡിൽ വേണം ഫീഡ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ. ഒരു കാരണവശാൽ ഈർപ്പം തട്ടാൻ പാടില്ല. ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗസ് വന്നാൽ ഫുള്ളി ഫംഗസ്ഡ് ആയാൽ മാത്രമേ നമുക്കത് വിഷ്വൽ ആവുള്ളൂ. അതിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വിഷ്വൽ ആവില്ല. പക്ഷെ ഉള്ളിൽ ഫംഗസ് ഉണ്ട്. അത് ആമാശയത്തെ റൂമനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പശുക്കൾക്ക് എന്തായാലും ലൂസ് മോഷൻ സംഭവിക്കും. അപ്പൊ ഇവിടെ 3-4 ഷെഡുകൾ പണിതിട്ടുണ്ട്. ഇങ്ങനെ പണിതേക്കുന്നത് ഇത് മിൽക്കിംഗ് ഷെഡാണ്. ഇവിടെ നമ്മൾ പ്രസവിച്ച പശുക്കളെ ഇടുന്ന സ്ഥലമാണ്. ഇത് വന്നത് ഹെയ്ഫർ ഷെഡാണ്. ഇവിടെ നമ്മൾ ഹെയ്ഫേഴ്സിനെയാണ് ഇടുക. ഇവിടെ വരുന്നത് നമുക്ക് ഐസൊലേഷൻ ഷെഡാണ്. പശു ഫാമിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഷെഡാണത്. ആ ഷെഡ് വരുന്നത് ഫീഡിൻ്റെതാണ്. അവിടെ കാണുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഇപ്പം അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഇത് അവിടെ ചെറിയ മെഷീന്റെ ഒക്കെ പണിയുള്ളത് കൊണ്ട് അവിടെ നമ്മളെ പ്രോസസ്സിങ് കംപ്ലീറ്റ് അവിടെ നിന്നാണ് ചെയ്യുക. അപ്പൊ സാധാരണ സ്ഥലം കുറഞ്ഞ ആളുകൾക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് പറ്റാത്ത വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരെന്താണ് ചെയ്യേണ്ടത്? സ്ഥലം കുറവുള്ള ആളാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള എക്സ്പാൻഷൻ ചെയ്യാൻ പാടില്ല. ചെറിയ രീതിയിൽ
തുടങ്ങാനേ പാടുള്ളൂ. കാരണം ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ലോസ് സംഭവിക്കും. കാരണം ഒരു മിൽക്കിംഗ് നടക്കുന്ന പശുവിൻ്റെ ഫീഡല്ല നമ്മൾ ഒരു ഹെയ്ഫറിന് കൊടുക്കുന്നത്. ഹെയ്ഫറിൻ്റെ ഫീഡല്ല നമ്മൾ കാഫിന് കൊടുക്കുന്നത്. കാഫിൻ്റെ ഫീഡല്ല നമ്മൾ ഗ്രോവറിന് കൊടുക്കുന്നത്. നമുക്ക് 4 സ്റ്റേജാണുള്ളത്: കാഫ്, ഗ്രോവർ, ഹെയ്ഫർ, മിൽക്കിംഗ് കൗസ്. ഇതാണ് നമ്മളെ മെയിൻ 4 കൗസ്. ഇതിൽ തന്നെ 2 പിന്നെ ബ്രാഞ്ചസ് വേറെ വരുന്നുണ്ട്. ഡ്രൈ ക്ലോസപ്പും വരുന്നുണ്ട്, ട്രാൻസ് ഡ്രൈയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് ഫീഡിങ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഷെഡും വേണം. കാരണം അതിൻ്റെ ഫീഡല്ല ഇതിന് കൊടുക്കുന്നത്. അതിന് ഡ്രൈ മാറ്റർ കുറവായിരിക്കും, ഇതിന് ഡ്രൈ മാറ്റർ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഈ പശുക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ മാറ്റി താമസിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. സൗകര്യം ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നഷ്ടങ്ങളും അവിടെ സംഭവിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ ഇല്ല. കാരണം അതിന്റെ ഫീഡിങ് തൊട്ടടുത്തുള്ള പശു, ഇതിപ്പോ നമ്മൾ കൊടുക്കുന്ന ഫീഡിങ് TMR ആണ്, പശുവിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ് കോമൺ സ്പേസിൽ. അപ്പോൾ ഈ മിൽക്കിംഗ് ഫീഡാണ് ഹെയ്ഫർ തിന്നുന്നതെങ്കിൽ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം അതിൽ മിൽക്കിങ്ങിനുള്ള ഫീഡാണ്, ആ സമയത്ത് മിൽക്കിങ്ങിനുള്ള ഫീഡ് അതിന് പാടില്ല. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ നിൽക്കുന്ന പശുവിന് ഒരിക്കലും കാൽസ്യം കൊടുക്കാൻ പാടില്ല. കാൽസ്യം പശു ഡ്രൈ പീരീഡിൽ നിൽക്കുന്ന പശുവിന് ഒരിക്കലും കാൽസ്യം പൗഡർ ഡ്രൈ പീരീഡ് കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ മിൽക്കിംഗ് ഫീഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ കാൽസ്യം കയറും. അപ്പം പശുവിന് ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം എടുത്ത് ഒരു 30 മിനിറ്റ് വീഡിയോ കാണും, പക്ഷെ ഇതുകൊണ്ടൊന്നും പഠിക്കണം എന്നാവുന്നില്ല. അപ്പൊ പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ട് ഈ പശു വളർത്തലിനെ കുറിച്ച്? പശു വളർത്തലിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇന്ത്യയിൽ മൊത്തം നമ്മൾ പോയപ്പോൾ നമുക്ക് കിട്ടിയ പഞ്ചാബിലാണ് NTDPന്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പഞ്ചാബിൽ PDFന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മളെ ഫാമിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പുതുതായി വരുന്ന ഒരു സംരംഭകനും നിലവിൽ ഡയറി ഫാം നടത്തുന്ന ആളുകൾക്കും നമ്മളൊരു ട്രെയിനിങ് പരിപാടി നടത്തുന്നുണ്ട്. 1 ഡേ പരിപാടിയുണ്ട്, 3 ഡേ പരിപാടിയുണ്ട്. 1 ഡേ പരിപാടി എന്ന് പറയുന്നത് ഫാം മാനേജ്മെന്റ് ആണ്. എങ്ങനെ ഒരു പശു ഫാം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ ഫീഡ് കൊടുക്കണം, എങ്ങനെ ബ്രീഡ് ചെയ്യണം, എങ്ങനെ മിൽക്ക് ചെയ്യണം, എന്തൊക്കെ പ്രോട്ടോക്കോളുകൾ, DWOM പ്രോട്ടോക്കോൾ, ഒരു 0th ഡേ, ഒരു കുട്ടി ജനിച്ച് 0th ഡേ മുതൽ ഒരു പശു ആകുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫാമിൻ്റെ ഡ്രോയിങ്ങുകൾ, ഫാമിൻ്റെ സ്ട്രക്ചറുകൾ, പശു ഫാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ വിധ എല്ലാ സംവിധാനങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും 1 ഡേ കോഴ്സിൽ. 3 ഡേ കോഴ്സിൽ കംപ്ലീറ്റ് ഡീപ്പായിട്ട് പഠിപ്പിക്കും. ഓരോ സബ്ജക്റ്റും നമ്മൾ പ്രോട്ടോക്കോളുകൾ പഠിപ്പിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മളൊരു ഡോക്ടേഴ്സിൻ്റെതോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ബുക്കോ ഒന്നും കൊണ്ട് നമുക്ക് പഠിച്ചിട്ട് നോളജ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അന്നത്തെ നോളജ് എൻ്റെ അതായിരുന്നു. കുറേ ബുക്കുകൾ വായിക്കായിരുന്നു, എനിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറി ഫാർമർ അടുത്ത് 10 മിനിറ്റ് കിട്ടിയെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി പോയാലും കിട്ടൂല. അവർക്ക് എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങളെ ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരാണ്, ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറി ഫാർമർ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് അയാളടുത്ത് സമയം കിട്ടിയെങ്കിൽ അയാൾ പറയുന്ന ആ വാക്കുകളായിരിക്കും നാളെ നിങ്ങളെ ഫാമിലെ പ്രോഫിറ്റ്. കാരണം അതൊരു യൂണിവേഴ്സിറ്റി പോയാൽ നമുക്ക് കിട്ടൂല. അത്രയും നോളജ് ആയിരിക്കും. കാരണം ആ നോളജാണ് പുതുതായി വരുന്ന ഫാമർക്കും നിലവിൽ ഫാം നടത്തുന്ന ആളുകൾക്കും വേണ്ടിയത്. അത്തരം മെത്തേഡുകൾ, അത്തരം കാര്യങ്ങൾ അവർ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് അവരെ ഫാമിൽ പോയാൽ കാണാൻ പറ്റും. അവരെപ്പോഴും നിങ്ങളടുത്ത് പറയുമ്പോഴും അവരത് പ്രായോഗികത്തിലേക്ക് എത്തിച്ച സംഭവമാണ് നിങ്ങളടുത്ത് പങ്കുവെക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ തന്നെ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ട്രെയിനിങ് നടത്തുക, ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു വലിയ ആളുകളാണ് നമ്മളെ ബാക്കിലുള്ളത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ 200 ആളുകളുണ്ട്, എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഫാം നടത്തുന്ന ആളുകളുണ്ട്. അപ്പം അതേപോലെ നമുക്കൊരു വലിയൊരു കൂട്ടായ്മയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു ട്രെയിനിങ് എന്നുള്ള ഉപരി അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടും. ഞങ്ങൾ പല കേസസുകളും വാട്സപ്പ് ഗ്രൂപ്പിലിടും. പല ഞങ്ങൾക്ക് അറിയാത്ത കേസുകളും അറിയുന്ന കേസുകളൊക്കെ ഗ്രൂപ്പിൽ വരും, ചർച്ച ചെയ്യും. ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത വേറൊരാൾ പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര പഠിച്ചാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ് ഡയറി ഫാം. ഒരുപാട് നോളജ് ഇതിന് ആവശ്യമാണ്. ഇതൊരിക്കലും ഇതിന് എൻഡും ഇല്ല. ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ്സിലേക്ക് പോവാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ പശുവിന്റെ ചിപ്പ് കൊണ്ടുവരുന്ന സംവിധാനം, ഈ ചിപ്പൊക്കെ പഞ്ചാബിൽ 10 വർഷം മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്താ. പക്ഷെ അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഇതിന്റെ റെക്കോർഡ് ഡെയിലി ഇതിന്റെ ഡാറ്റാസ് എൻട്രി ചെയ്യണം. അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു നോളജ് നമുക്ക് വേണം. ഡാറ്റാസ് എൻട്രി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നോളജ് വേണം. അങ്ങനെ ഡാറ്റാസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട്സുകൾ നമ്മളെ മൊബൈലിലേക്ക് കിട്ടുള്ളൂ. അപ്പം അതിപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു.
അപ്പോൾ ഇത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിലവിൽ ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളിലേക്ക് ഇത്തരം ഒരു നോളജ് എത്തിക്കുക. അപ്പൊ അന്ന് എന്താ ചെയ്യണം? നമ്മൾ രജിസ്റ്റർ ചെയ്യണം? എന്താ കാര്യം? നമ്മൾ രജിസ്റ്റർ ചെയ്യും. 1 ഡേ പ്രോഗ്രാമിന് 3000 rupees ആണ് ചാർജ് ചെയ്യുന്നത്. 3 ഡേ പ്രോഗ്രാമിന് 15,000 rupees ആണ്, ഇൻക്ലൂഡിങ് ഫുഡ്, റൂം, അക്കോമഡേഷൻ കംപ്ലീറ്റ് ഉണ്ടാവും. 3 ഡേ പ്രോഗ്രാമിൽ രാത്രി 2 മണിക്കൊക്കെ സെഷൻ ഉണ്ട്. 2 മണി മുതലൊക്കെ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. 1 ഡേ പ്രോഗ്രാമിൽ നമ്മൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും. ഡീപ്പായിട്ടുള്ളൊരു പഠനം നമ്മൾ ഇതിൽ 3 ഡേ കോഴ്സിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മളിവിടെയുള്ള പശുക്കളൊക്കെ ഇൻസിമിനേറ്റ് ചെയ്യുന്നത് പ്രത്യേക ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഗണ്ണ് വഴിയാണ്. നമ്മളെ യൂട്രസിലേക്ക് പശുവിൻ്റെ സെമൺ കടത്തിവിടുന്ന കംപ്ലീറ്റ് നമ്മളെ ഫോണിൽ വ്യൂ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ പശുക്കളെ ഇൻസിമിനേറ്റ് ചെയ്യുന്നത്. 300 ഇൻസിമിനേഷൻ ചെയ്തപ്പോഴാണ് ഞാൻ യഥാർത്ഥ ഇൻസിമിനേറ്റർ ആയത്. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ സർവീസ് ഹോൾഡ് ചെയ്യാൻ പറ്റൂല. സർവീസ് കയ്യിലേക്ക് ഹോൾഡ് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് രക്തത്തിലൂടെ പാൽപ്പേറ്റ് ചെയ്തിട്ട് വേണം സർവീസ് ഹോൾഡ് ചെയ്യാൻ. ഇതൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് നല്ല രീതിയിലൊരു സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയതിന് ഏകദേശം 300 ഇൻസിമിനേഷൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ നല്ലൊരു ഇൻസിമിനേറ്ററായി മാറിയത്. അപ്പോൾ അതുവരെ ആര് ചോദിച്ചാൽ ഞാൻ പറയുമോ ചെയ്തിട്ടുണ്ട്, യൂട്രസിൽ തന്നെയാണ് ചെയ്തത്. അത് എന്താ പറയുക, അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ കളവ് പറയുന്നതാണ്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഇൻസിമിനേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സർവീസ് കിട്ടിയെന്നൊന്നും കർഷകൻ ചോദിക്കുന്നില്ലല്ലോ. കർഷകനെ സംബന്ധിച്ചിട്ട് അതിൽ നോളജ് ഇല്ലല്ലോ. അപ്പോൾ അവരെ നമുക്ക് സിമ്പിളാണ് പറയാൻ, ഇൻസിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി ഓഫ് യൂട്രസ് തന്നെയാണ് ഇൻസിമിനേറ്റ് ചെയ്തത് ഇനി ചോദിച്ചാൽ തന്നെ. കാരണം അതവർ കാണുന്നില്ലല്ലോ. ആക്ച്വലി ഇന്ന് വരുന്ന പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സ് ആയാലും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയാലും സർവീസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടോന്നോ അല്ലെങ്കിൽ ഈ സെമൺ ബോഡി ഓഫ് യൂട്രസിലാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഗണ്ണ് വഴി നമ്മൾ പശുവിൻ്റെ പിന്നെ വജേനയിലൂടെ പാസ് ചെയ്യും. മിഡ് സർവീസ് കൊണ്ടുപോയി നമ്മൾ സെമൺ ഡിപ്പോസിറ്റ് ചെയ്യും. ഡിപ്പോസിറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ വീഡിയോ കർഷകർക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ചെന പിടിക്കാൻ പശുവിനെ ഇൻസിമിനേറ്റ് ചെയ്യേണ്ട വജേനയിൽ അടിച്ചാൽ ചെന പിടിക്കും. പക്ഷേ വജേനയിൽ അടിച്ചാൽ ചെന പിടിക്കാൻ കൺസപ്ഷൻ റേറ്റ് എപ്പോഴും കുറവായിരിക്കും. കാരണം ഒരു സാധാരണ കാള പശുവിൻ്റെ മേത്ത് കയറി മെയ്റ്റ് ചെയ്യുമ്പോൾ ഇൻസിമിനേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇജാക്കുലേഷനിൽ 4 ml സെമൺ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓൺ ദ സെയിം ടൈം നമ്മൾ ഒരു സെമൺ സ്ട്രോയിലുള്ള സെമൺ എന്ന് പറയുന്നത് 0.25 ml ആണ്. ഒരു കാള ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 4 ml ആണ്. ഒരു സ്ട്രോയിലുള്ളത് 0.25 ml ആണ്. അപ്പോൾ ഈ 0.25 ml വജൈനയിൽ അടിച്ചാൽ അത് ബോഡി ഓഫ് യൂട്രസിലേക്ക് എത്തുമ്പോൾ ഒരു 20 ലക്ഷം സ്പേമേ ഉള്ളൂ. അറ്റ് സെയിം ടൈം ഒരു കാള വജൈനയിലേക്ക് പിന്നെ ഇജാക്കുലേറ്റ് ചെയ്തിട്ട് സെമൺ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 80-90 ലക്ഷം സ്പേമാണ്. അപ്പോൾ അതിന് നീന്തി പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, കൂടുതലായിരിക്കും, ഈ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 0.25 ml ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇൻസിമിനേറ്റ് ചെയ്യുമ്പോൾ ബോഡി ഓഫ് യൂട്രസിൽ ഇൻസിമിനേറ്റ് ചെയ്യണം. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ചെന പിടിക്കാത്ത കേസസ് വരുന്നത്. -196 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ട സാധനമാണ് സെമൺ. ഇതാണ് കുപ്പിയിലിട്ട് കൊണ്ടിരുന്നത്. അത്ര നോളജാണ് നമ്മളെ നാട്ടിലുള്ള ആളുകൾക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. -196 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്തത്ര തണുപ്പിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. അതിൽ നിന്നെടുത്ത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതിനവിടെ ഷോക്ക് പറ്റിയില്ലേ. നമ്മളിത് പഠിച്ചത് കൊണ്ട് പറയാണ്, ഒരിക്കലും ആ മെത്തേഡ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അത് നമ്മളെ നാട്ടിലുള്ള പിന്നെ ആളുകൾക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് ഈ കുപ്പിയിലിട്ട് കൊണ്ടിരുന്ന സമ്പ്രദായം. ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡി എന്തിനാ ഫ്രീസറിൽ വെക്കുന്നത്? ആ ബോഡി അഴുക്കായി ഇതായി പോവല്ലോ. ഫ്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? അത് കട്ടയായി അവിടെ കിടക്കും. ഇതേ പ്രോസസ്സാണ് അതിൽ കിടക്കുന്നത്. അതിൽ ജീവനുള്ള സ്പേമാണ് ഉള്ളത്. ആ സ്പേം ചത്തുപോകും. അതിന് ജീവിക്കണമെങ്കിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യണം. ആ ഫ്രീസിങ് അവിടെ നടക്കുന്നില്ലെങ്കിൽ എപ്പോഴും എന്താണ്, ഇപ്പം ഈ സെമൺ നമ്മൾ പുറത്തേക്ക് എടുത്താൽ നമുക്ക് 1 മിനിറ്റ് സമയം കിട്ടും. ആ 1 മിനിറ്റിനുള്ളിൽ പശുവിൻ്റെ ബോഡി ഓഫ് യൂട്രസിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ആ ടൈമിംഗ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഓവുലേഷനും നടക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ്. ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബോഡി ഓഫ് യൂട്രസിൽ മിഡ് സർവീസ് വരെ നമുക്ക് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച്
കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ ഈ ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും പശുവളർത്തൽ മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഡാനിഷ് ഡയറി ഫാമിന്റെ കാഴ്ചകളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.